ട്രംപ് ഇതാ ഇങ്ങോട്ടേക്ക് വരുന്നു. 19 വർഷത്തിന് ശേഷം ഒരു അമേരിക്കൻ പ്രസിഡന്റ് പാകിസ്ഥാനിലേക്ക് എത്തുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ മാധ്യമങ്ങൾ ആഘോഷിച്ച ഒരു വാർത്ത. 19 വർഷത്തിന് ശേഷം അമേരിക്കയുമായുള്ള ബന്ധം ശക്തിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനിലേക്ക് എത്തുന്നു എന്നതായിരുന്നു ചില പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്, ചാനലുകൾ റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയിലേക്ക് ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തുന്ന ട്രംപ് പാകിസ്ഥാനിൽ ഇറങ്ങിയതിനു ശേഷമായിരിക്കും ഇന്ത്യയിലേക്ക് എത്തുക എന്നതായിരുന്നു സൂചിപ്പിക്കപ്പെട്ടിരുന്ന സാഹചര്യം. എന്നാൽ ഈ മാസം 25-ന് ട്രംപ് സ്കോട്ട്ലൻഡ് സന്ദർശിക്കും എന്ന് പറഞ്ഞ വൈറ്റ് ഹൗസ് പാകിസ്ഥാനിലേക്ക് ട്രംപ് ഇല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. അങ്ങനെ പാകിസ്ഥാന്റെ കുറെ വലിയ ആഘോഷം ഇല്ലാതായിരിക്കുന്നു. അവസാനം പാകിസ്ഥാൻ ചാനലുകൾക്ക് തന്നെ വാർത്ത പിൻവലിച്ച് മാപ്പ് പറയേണ്ടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ട്രംപ് പാകിസ്ഥാനിലേക്കില്ല, അദ്ദേഹം സ്കോട്ട്ലൻഡിലേക്കാണ് പോകുന്നത് എന്ന വിശദീകരണം വൈറ്റ് ഹൗസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പാക് മാധ്യമങ്ങൾ വാർത്ത നൽകുമ്പോൾ തന്നെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രാലയം തയ്യാറായില്ല എന്നതൊരു കാര്യം. അവിടുത്തെ US എംബസിയുമായി ബന്ധപ്പെട്ടപ്പോഴും അവരും കൂടുതൽ പ്രതികരണത്തിന് തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഈ വാർത്തയുടെ ആധികാരികത സംബന്ധിച്ചുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വൈറ്റ് ഹൗസിന്റെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു സ്ഥിരീകരണം നൽകുന്നത്. ട്രംപ് എന്തായാലും പാകിസ്ഥാനിലേക്ക് പോകുന്നു എന്ന വാർത്ത വൈറ്റ് ഹൗസ് അറിഞ്ഞിട്ടില്ല എന്നവർ പറയുന്നു. പാകിസ്ഥാൻ അങ്ങനെ ഒരു ക്ഷീണം ഉണ്ടായിരിക്കുകയാണ്. നേരത്തെ കരസേനാ മേധാവി അസിം മുനീറിനെ ട്രംപ് അമേരിക്കയിലേക്ക് വിളിക്കുകയും അവിടെ സൽക്കാരം നൽകുകയും ഒക്കെ ചെയ്തത് വലിയ വാർത്തയായതാണ്. ഇന്ത്യയുടെ നയതന്ത്ര തലത്തിൽ ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായി അത് ഉണ്ടാക്കി എന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം പാകിസ്ഥാനോട് കൂടി അടുക്കുന്നു അമേരിക്ക, ഇന്ത്യയുടെ നയതന്ത്ര ശ്രമങ്ങൾക്കേറ്റ തിരിച്ചടിയാണ്, അങ്ങനെയൊക്കെ ചില വ്യാഖ്യാനങ്ങൾ പല കോണിൽ നിന്നും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ 19 വർഷത്തിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് സന്ദർശിക്കുന്നു എന്ന വാർത്ത വന്നത്. എന്തായാലും അത് വൈറ്റ് ഹൗസ് തന്നെ ഇല്ല, അങ്ങനെ ഒരു ശ്രമമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ, US, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നിവ ഉൾപ്പെട്ട ക്വാഡ് കൂട്ടായ്മയുടെ അടുത്ത ഉച്ചകോടി ഇന്ത്യയിലാണ് നടക്കുക. അതിൽ പങ്കെടുക്കാൻ ട്രംപ് ഇന്ത്യയിൽ എത്തും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ തീയതികൾ പ്രഖ്യാപിക്കപ്പെട്ടതല്ല, അങ്ങനെ ഒരു സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല. ആ സാഹചര്യത്തിലാണ് പാക് മാധ്യമങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയ അവകാശവാദം ഉന്നയിക്കുകയും പിന്നീട് അതിൽ നിന്ന് പിൻവാങ്ങി അവർക്ക് പാക് മാധ്യമങ്ങൾക്ക് തന്നെ മാപ്പ് പറയേണ്ടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നത്.